നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഐഫോണിൽ വന്നിരിക്കുന്ന വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റാണ്. ഈ ഒരു അപ്ഡേറ്റ് നിലവിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലും വന്നിട്ടുണ്ട്. പക്ഷേ ബീറ്റ വെർഷനിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. നമുക്കൊരു ഒരാഴ്ചക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ചക്കോ ഒക്കെ നമുക്ക് വാട്സപ്പിൽ ഒഫീഷ്യലായിട്ട് ഈ ഒരു അപ്ഡേറ്റ് ആൻഡ്രോയിഡ് ഫോണിലും വരുന്നതാണ്. ഇതിപ്പം നമുക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സുകൾ സാധാരണ നമുക്ക് PDF ഒക്കെ ആക്കി അയക്കണമെങ്കിൽ വളരെ പാടായിരുന്നു. നമ്മൾ മറ്റുള്ള ഏതെങ്കിലും PDF ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒരു ഡോക്യുമെൻറ്റ് നമ്മളെങ്ങനെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്നോ അതേ രീതിയിൽ തന്നെ നമ്മൾ ഏത് രീതിയിൽ ക്യാമറ പിടിച്ചെടുത്താലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ കൈ വരച്ചാലും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് അയക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാനുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഐഫോണിലെ വാട്സപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസത്തോളമായി നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണ് ഈ അപ്ഡേറ്റ് വന്നു നിൽക്കുന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. നമുക്കതിനായിട്ട് വാട്സപ്പിൽ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ ഡോക്യുമെൻ്റൊക്കെ സെൻഡ് ചെയ്യുന്ന പോലെ ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാം. സ്കാൻ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പുതിയതായിട്ട് എനേബിൾ ആയിരിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തിൽ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് അയക്കാം. നിങ്ങളുടെ ID കാർഡോ ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റയോ ഒക്കെ നമ്മൾ എങ്ങനെ ചേരിച്ചോ മറിച്ചോ ഏതെങ്കിലും രീതിയിൽ പിടിച്ചാലും നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് ക്ലിയറായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഇത് ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്യും. ഇതിനു വേണ്ടി നമ്മൾ മറ്റ് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വാട്സപ്പിൽ വളരെ ക്ലിയറായിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനിത് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ക്രോപ്പ് ചെയ്ത് കളയണമെങ്കിൽ ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് റീടേക്ക് ചെയ്യണമെങ്കിൽ റീടേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ താഴെ നമുക്ക് സേവ്ഡ് ഓപ്ഷൻ വരും, അവിടെ സേവ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് ആർക്കാണോ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രൊഫൈലിലോട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്ത് കഴിയുമ്പം ഇത് ഡൗൺലോഡ് ആകുന്ന കുറച്ച് താമസമുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ആണെങ്കിൽ 10 MB 20 MB ഒക്കെ വരെ കാണും. അത് ശരിക്കും നമുക്ക് സമയമെടുത്ത് കുറച്ച് സമയം, വളരെ സമയമൊന്നുമില്ല, ഒരു 3-4 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 3-4 മിനിറ്റ് കൊണ്ട് ഒക്കെ വലിയ ഡോക്യുമെൻ്റൊക്കെ ആണെങ്കിലും നമസ്കാരം ആക്കാം. എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും ലഭ്യമാണ്. ഇപ്പോൾ നിലവിൽ ഐഫോണിലാണ് നമുക്കിത് ഓപ്പൺ ആയിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഫോണിൽ ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് നമുക്ക് ലഭിക്കും. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണ് ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടാകും. എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക. മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു.